അള്ളാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെടുത്തിയിട്ട് അത് ഇനി സ്വപ്നം പറയാണെങ്കിലും ശരി, ഇനി അത് ഉണർവിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ശരി, ഇനി അതിന്റെ കെഷ്ഫ് പറഞ്ഞാലും ശരി, കെഷ്ഫായ കാര്യങ്ങൾ പറയുമ്പോൾ ഇനി ഹിയാലിയായ കെഷ്ഫ് പറഞ്ഞാലും ശരി, എന്ത് പറയുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ അവൻ അവന്റെ ഇരിപ്പിടത്തെ നരകത്തിൽ അവൻ തയ്യാറാക്കിക്കൊള്ളട്ടെ. അവന്റെ ഇരിപ്പിടത്തെ മുത്തനബിയുടെ പേരിൽ കളവ് പറയാൻ പാടില്ല. വളരെ സൂക്ഷിക്കണം, നാവിനെ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ മഹാന്മാര് പറഞ്ഞു തന്ന ഒരു കവിതയിൽ ബാ ഹുദാ ദീവാന ഭാഷ ബാ മുഹമ്മദ് ഹോഷിയാർ ബാ ഹുദാ ദീവാന ഭാഷ. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരാൾ സംസാരിക്കുകയാണെങ്കിലും അറിയുകയാണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവൻ എന്താവാം, മസ്തായിക്കൊണ്ട് സംസാരിക്കാം. അവർക്ക് ഭ്രാന്തനാകാം. ഭ്രാന്തനായിട്ട് ഇനി എന്ത് സംസാരിച്ചാനോ അള്ളാഹ് ഇഷ്കിലാവുമ്പോൾ അള്ളാഹു പുറത്തു തരാൻ മടിയായവനാണ്. കാരണം അവൻ ഇഷ്കിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ പറഞ്ഞതാണ്. അള്ളാഹു പുറത്തു തന്നേക്കാം. ബാ ഹുദാ ദീവാന ഭാഷ. അള്ളാഹിന്റെ കാര്യത്തിൽ നമുക്ക് ഭ്രാന്തരാവാം, മസ്തായിക്കോ. ബാ മുഹമ്മദ് ഹോഷിയ. എന്നാൽ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന വിഷയത്തിലും അറിയുന്ന വിഷയത്തിലും അത് പറയുന്ന വിഷയത്തിലും വളരെ ജാഗ്രത വേണം. അത് ചിലപ്പോൾ അള്ളാഹ് പുറത്തുനിന്നില്ല.